ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വീഡിയോ. അപ്പോൾ തമ്പനിയിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്ന് ജൂലൈ 17 ഇക്കട ആണ്ടാണ്. അപ്പോൾ ഇക്ക മരിച്ചിട്ട് ഇപ്പോൾ 8 വർഷമായി. എൻ്റെ വീഡിയോ കാണുന്ന ഒട്ടുമിക്കവർക്ക് അറിയാൻ പറ്റും. പിന്നെ അപ്പോൾ എന്താണ് ആണ്ടായിട്ട് അങ്ങനെ നമ്മൾ നടത്താറൊന്നുമില്ല, എങ്കിലും ഇക്കടെ സഹോദരങ്ങളൊക്കെ വരും, എല്ലാവരും ഒന്ന് കൂടും, യാസീനൊക്കെ ഓതി ദുആ ചെയ്യും, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളത് നിങ്ങൾ കമൻറ്റിലൂടെ പറയേണ്ടത് നിങ്ങൾ ആണ്ട് കഴിക്കാൻ പാടില്ല, വലിയ ആഘോഷമായിട്ട് നടത്താം, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് ഉമ്മായൊക്കെ ഉള്ളതല്ലേ. ഇക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും ഇളയ മോനായിരുന്നു. ഇക്ക ഏറ്റവും ഇളയ മോനായിരുന്നു. അന്നേരം ഇക്കടെ സഹോദരങ്ങളൊക്കെ ഇല്ലേ, ഉമ്മ ഉണ്ട്, വാപ്പയില്ല, ഉമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അന്നേരം അവരൊക്കെ ഓതുന്ന ഖുർആനും യാസീത്തിനൊക്കെ ഭയങ്കര കൂലിയാണ്. അന്നേരം അവർ എവിടെ ഇരുന്ന് ഓതിയാലും കിട്ടും. പക്ഷേ എൻ്റെ അടുത്ത് വരും എല്ലാവരും. ഞാൻ അകത്തേക്ക് നടുക്കാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഇവിടെ തന്നെയല്ലേ, പെരുമ്പാവൂരാണ് എൻ്റെ സ്വന്തം വീടാണ്. ആലുവ. എൻ്റെ ഇവിടെ കല്യാണം കഴിച്ച് വന്നേക്കുന്നത് പെരുമ്പാവൂരാണ്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അന്നേരം അവരെല്ലാവരും എൻ്റെ അടുത്ത് വരും. നമ്മൾ യാസീനാണെങ്കിലും ഓതും, ഞാൻ എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ അവർ കഴിക്കും, അങ്ങനെ പോകും. അതെല്ലാ വർഷവും ഉള്ളതാണ്. എൻ്റെ വീഡിയോയിൽ ഞാനത് ഇടാറുണ്ട്. എൻ്റെ സ്റ്റോറിയും എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇത് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെന്താ, അല്ല ഇനി എപ്പോഴും എനിക്ക് ഈ വീഡിയോ ഇടുമ്പോൾ കമ്പനിയിൽ വരാറുണ്ട്, എന്തിനാ ഇങ്ങനെ ആണ്ട് കഴിക്കണേ, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഇഷ്ടങ്ങളല്ലേ, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഇപ്പോൾ കാണാം. ഇപ്പോൾ ഇതിലിപ്പോൾ ഇക്കട മൂത്തക്കായും ഒരു മൂത്ത പെങ്ങളും ഒന്നും വന്നിട്ടില്ല, ജ്യേഷ്ഠത്തി അങ്ങനെയൊന്നും വന്നിട്ടില്ല. അവരൊക്കെ പനിയൊക്കെ ആയതുകൊണ്ടും പിന്നെ ഒരു വരാനുള്ളൊരു ഇതായിട്ട് വന്നിട്ടില്ല കേട്ടോ. കുറച്ച് പേരൊക്കെ ഉള്ളൂ. അപ്പം വന്നവരെയും നമ്മൾ കൂടിയതും എല്ലാം കാണാം. അപ്പം നമ്മൾ ദുആ ചെയ്യുന്നതും എല്ലാം കാണാം കേട്ടോ. നിങ്ങളും എനിക്ക് വേണ്ടി ഒത്തിരി പേര് ദുആ ചെയ്യാറുണ്ട്. എൻ്റെ ഓരോ വീഡിയോസ്, എൻ്റെ വൈറലായ വീഡിയോസിൻ്റെയൊക്കെ അടിയിൽ കമൻറ്റിൽ നോക്കിയാൽ കാണാം. എല്ലാവരുടെ ദുആയും പ്രാർത്ഥനയും എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇതുകൂടി ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോ ഒക്കെ കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഇൻട്രോ പറയുന്നതിൽ ഭയങ്കര സൗണ്ട് ഉണ്ട്, എല്ലാവരും ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു കമ്പനി ഉണ്ട്. അന്നേരം ആ കമ്പനിയുടെ സൗണ്ട് നിൽക്കണമെങ്കിൽ ഇനി രാത്രി ആവണം കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ വീഡിയോ ഇടാനായിട്ട് പിന്നെ ഞാൻ വഴുകും. അതുകൊണ്ട് ഞാൻ കുറേ പ്രാവശ്യം എടുക്കും, കട്ട് ചെയ്യും, പിന്നെ ഞാൻ അങ്ങ് ഇട്ടതാട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ അവരൊക്കെ വരുന്നുണ്ട്. ഇക്കാടോ ഉമ്മച്ചിയും ജ്യേഷ്ഠത്തിയൊക്കെ കേട്ടോ, ജ്യേഷ്ഠനും മക്കളും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. കുറച്ച് പേര് ഇത് വന്നിട്ടുണ്ട്. വലൈക്കും സലാം. ഞാൻ ഈയാട്ടെ കാർട്ടൂൺ വെച്ചെടുക്ക്. എന്തെങ്കിലും ടി വിയിലുള്ളത് ടി വിയിൽ ഇല്ലടി, ചാനലില്ല, കാർട്ടൂണ്ട് ഇല്ല. അപ്പോൾ ഞാൻ പായസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപ്പില്ലേ, ചെറുപയർ പരിപ്പ്, അതിൻ്റെ പായസമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മട്ടൻ കറിയാണ് കേട്ടോ, മട്ടൻ കറി ഉണ്ടായിരുന്നു. പത്തിരി, അപ്പോൾ നമ്മുടെ മൂത്ത നാത്തൂന് പത്തിരിയുടെ കടയുണ്ട് കേട്ടോ. അന്നേരം അവിടെ നിന്ന് പത്തിരി പിക്ക വരുമ്പോൾ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ മട്ടൻ കറിയൊക്കെ എന്നോട് നല്ല സൂപ്പറായിട്ട് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ യാസീനൊക്കെ ഓതി എല്ലാം കഴിഞ്ഞിട്ടല്ലേ ഇതൊക്കെ കഴിക്കുള്ളൂ, അങ്ങനെ കേട്ടോ.
لم يلد ولم يولد ولم يكن له كفوا أحد. അയ്യോ കാട്ടിലേക്കാണ് എന്നെ കൊണ്ടുപോയി. എന്താ സംഭവം? ഇവിടെ അച്ചാറിന്റെ വെള്ളം കാണിച്ച് ഇത് തടമോള് അല്ല ഇത്തട ഉമ്മ എവിടെ പോയപ്പോ ചോദിക്കണേ ഒരു ദിവസം ഞാൻ തിരിഞ്ഞ് അതല്ല ഇന്ന് സൈറ്റിന്റെ ഇക്കാനെ വിളിക്കുന്നു ഞാൻ പറഞ്ഞത് എന്റെ മോനാ. അപ്പൊ അവർക്കൊരു സംശയം ഇപ്പൊ പൈസ കൊടുക്കുന്നവരെ പിന്നെ കൊടുക്കരുത്. പോവാ എറണാകുളം പോവാ നമുക്കെന്നാ പോകുമ്പോ തള്ളക്ക് കൊണ്ടുവരൂല പോണ്ട. നീ ചിമ്മാവിനടുക്ക് വരാം അവരോട് ഇത് ആലോചിക്കാം. പറഞ്ഞിടായിരുന്നു ഇങ്ങനെ കൊഞ്ചു ചെയ്യും ചിഞ്ഞൂരോട് പോ വേണ്ട. ഞങ്ങളിപ്പോ അങ്ങോട്ട് നോക്കിക്കാം.
ആ അങ്ങനെ എല്ലാവരും ഒക്കെ കൂടുമ്പോൾ ഒരു ബഹളവും ഒക്കെയാണല്ലോ ജീവിതം. എന്താ എല്ലാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒക്കെ പോയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്താം. ഞാൻ എല്ലാ വർഷവും ഇടാറുള്ളതാണ് ഇങ്ങനൊരു വീഡിയോ. പിന്നെന്താ വേറെ ഒന്നുമില്ല. ഓക്കെ.